ഹലോ ഫ്രണ്ട്സ്, നമ്മൾ മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്ലവർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ക്രിസ്റ്റൽ ടച്ചുള്ള ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ 3mm വൈറ്റ് ബീഡ് എടുക്കുന്നുണ്ട്. ഷുഗർ ബീഡ്സ് ഗോൾഡൻ 2 ടൈപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ നൂല് നമ്മളൊരു 30 ഇഞ്ചിലാണ് എടുക്കുന്നത്. പിന്നെ നീഡിൽ എടുത്തിരിക്കുന്നത് ബിഗ് ഐ നീഡിലാണ് എടുത്തേക്കുന്നത്. കുറച്ചുകൂടി ഇതിന് അതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ട് ആ നീഡിലാണ് എടുത്തേക്കുന്നത്. നമ്മൾ നൂലിൻ്റെ അറ്റത്ത് ഒരു ഷുഗർ ബീഡ് കൊടുത്തിട്ട് അവിടെ കെട്ടിടാണ്. അതൊരു കെട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് തന്നെ 2 കെട്ട് ഒരുമിച്ചിട്ട് അത് ലോക്ക് ചെയ്യാണ്. ഇനി സ്ക്രൂ ലോക്ക് ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് നൂലിൻ്റെ അറ്റത്തേക്കാക്കി കൊടുക്കണം. കെട്ടൊന്നോട് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അറ്റത്ത് കുറച്ചൊരു ഗം ചതിച്ച് കൊടുക്കുന്നുണ്ട്. ആ കെട്ടിനി സ്ക്രൂ ലോക്കിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം. ലാസ്റ്റാണ് അതിൻ്റെ അറ്റം കട്ട് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് തന്നെ കോർക്കുന്ന ഗോൾഡൻ ഷുഗർ ബീഡ്സാണ്. അതൊന്ന് കുറച്ച് കോർത്തിട്ട് ബാക്കി ക്രിസ്റ്റൽ കോർക്കാൻ തുടങ്ങാം. ഷുഗർ ബീഡും ക്രിസ്റ്റൽ ടൈപ്പ് ബീഡും കോർത്തിട്ടുണ്ട്. ഇനി ഫ്ലവർ ബീഡ് കോർക്കണം. 2 ഗോൾഡൻ ബീഡ്സ് കോർത്തിട്ട് ആണ് ഫ്ലവർ ബീഡ് കോർക്കുന്നത്. എന്നിട്ട് വൈറ്റ് ബീഡ് കോർക്കണം. വൈറ്റ് ബീഡ് കോർത്തിട്ട് വൈറ്റ് ബീഡ് മാറ്റിയിട്ട് ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിൽ കൂടി സൂചി തിരിച്ച് കോർത്തെടുക്കണം. എന്നിട്ടൊരു ഷുഗർ ബീഡും കൂടി കോർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ആദ്യം കോർത്തിട്ടേക്കുന്ന ഗോൾഡൻ ഷുഗർ ബീഡിൻ്റെ ഉള്ളിൽ കൂടി സൂചി തിരിച്ച് കോർക്കണം. നിങ്ങൾക്കത് കാണുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. അങ്ങനെയാണ് അത് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കൂടി ചെയ്തെടുക്കാം. നൂല് വലിച്ചെടുക്കുമ്പോൾ ലൂസില്ലാതെ കെട്ടുവഴാതെ വലിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. സ്ക്രൂ ലോക്കിൻ്റെ മറ്റേ അറ്റം സൈഡിലേക്ക് കോർക്കാണ്. ഞാൻ നൂലെടുത്തപ്പോൾ കുറച്ച് നീളം കുറഞ്ഞു പോയി. 30 ഇഞ്ചാണ് ഞാൻ എടുത്തത്. ഒരു 35 ഇഞ്ച് ഇങ്ങനെ വേണ്ടിയിരുന്നു. പക്ഷേ ഈ ഒരു ബിഗ് ഐ നീഡിലായതുകൊണ്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സ്ക്രൂ ലോക്ക് ഇട്ടിട്ട് അത് കഴിഞ്ഞ് ഒരു ഷുഗർ ബീഡും കൂടി ഇടുകയാണ്. എന്നിട്ട് അത് അതിൻ്റെ ഉള്ളിൽ കൂടി തിരിച്ചെടുക്കാം. ഷുഗർ ബീഡ് വിട്ടിട്ട് സൂചി അതിൻ്റെ ഉള്ളിൽ കൂടി തിരിച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് വന്നിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ്. കെട്ടിട്ട് കൊടുത്തിട്ട് സൂചി നല്ലോണം വലിച്ച് നൂല് പുറത്തേക്ക് എടുക്കണം. അത് കഴിഞ്ഞിട്ട് 2-3 ഷുഗർ ബീഡ്സിലൂടെ ഉള്ളിൽ കൂടി സൂചി കയറ്റി വലിച്ചെടുക്കുന്നുണ്ട്. അതിന് മുമ്പ് കുറച്ച് പശയും കൂടി തേച്ചത് നല്ലോണം ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ നമുക്ക് ആ നൂലോ കെട്ടുമൊന്നും അവിടെ പുറത്തേക്ക് കാണില്ല. നല്ല രീതിയിൽ തന്നെ അതവിടെ ഫിക്സ് ആയിരിക്കും. ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.